ചേട്ടാ, ഈ ഒരു പയറ് കൃഷി എത്ര നാളായി തുടങ്ങിയിട്ട്? ഇത് ഞാനൊരു 20 വർഷത്തോളം ആയി ഈ കൃഷിയിലോട്ട് വന്നിട്ട്. ഇപ്പം കൃഷിയാണ് എന്റെ പ്രധാനമായ ജോലി, തൊഴിൽ. ആ, ഏകദേശം 20 വർഷം. വാഴ, പയറ്, പാവല്, അങ്ങനെയുള്ള പച്ചക്കറി കൃഷികളെല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. ഈ ഏതിനം പയറാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്? ഈ ഇനം എന്ന് പറയുന്നത് ഈ ചായൻ ലോക്കൽ എന്ന് പറയുന്ന പയറാണ്. അതായത് ഈ മീറ്റർ പയർ എന്ന് പറയുന്നതിന് മീറ്റർ പയർ മീറ്റർ പയർ പല ഇനങ്ങളിലും മീറ്റർ പയറുകളുണ്ട്. പല ഇനങ്ങളുണ്ട്. പല ഇനങ്ങളുണ്ട് മീറ്റർ പയർ. പോളയൊക്കെ മീറ്റർ പയർ ആയിട്ട് വരും. പല ഇത് ചായൻ ലോക്കൽ വരുന്ന ഒരു കറക്റ്റ് പേര് അതാണ്. ഞങ്ങൾ തന്നെയാണ് ഇതിന് പേരിട്ട് ഞങ്ങൾ തന്നെ ഇറക്കിയ വിത്താണ്. അതെ. ഇതിന്റെ വിത്ത് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റുമോ? മറ്റാർക്കെങ്കിലും കൃഷി ചെയ്യണമെങ്കിൽ ഇവിടെ വാങ്ങാൻ കിട്ടും. ഇതിന്റെ പ്രധാനമായിട്ടുള്ള ഈ വളപ്രയോഗമൊക്കെ എങ്ങനെയാണ്? ഇതിന്റെ കാലയളവ്? ഇത് നമ്മൾ തൈ നട്ട് വിത്തിട്ട് കിളുത്ത് തുടങ്ങി കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഒരു 60-65 ദിവസം വേണ്ടി വരും ഇതിന്റെ വിളവെടുപ്പ്. മറ്റേതാണെങ്കിൽ 40 ദിവസം 50 ദിവസത്തിനകം വിളവെടുത്ത് തുടങ്ങാൻ പറ്റും. ഇത് 60-65 ദിവസം വേണ്ടി വരും. എത്ര നാളോളം നമുക്ക് ഇതിൽ നിന്ന് ആദായം കിട്ടും? വിളവ് ഏകദേശം മഴ സീസൺ ഒക്കെ ആണെങ്കിൽ 2 മാസത്തിൽ കൂടുതൽ കിട്ടും. വെയിലാണെങ്കിൽ അതിൽ കൂടുതൽ കിട്ടും. 3 മാസത്തിൽ കൂടുതൽ കിട്ടും. മഴയാണ് പ്രശ്നം. മഴ, പഞ്ചസേട് അസുഖങ്ങൾ, പല അസുഖങ്ങളും ഉണ്ടാവും. ആഴുവലിന്റെ അസുഖം, പിന്നെ മഴയത്ത് കൂടുതൽ പുഴുക്കേടുകൾ, അങ്ങനെ ഒരുപാട് സംഭവമുണ്ട്. പ്രധാനമായിട്ട് ഈ ഒരു പയറ് കൃഷിക്ക് വരുന്ന രോഗങ്ങൾ എന്താണ്? പയർ കൃഷിക്ക് വരുന്ന രോഗങ്ങൾ ഒന്ന് അഴുവൽ രോഗം ഉണ്ടാവും. അത് ഈ വെള്ളം തങ്ങി നിന്നിട്ട് അങ്ങനെ അതുകൊണ്ടല്ല. വെള്ളം വെയിൽ സമയത്താണ് കൂടുതലും ഈ അഴുവൽ പട്ടുപോകുന്നത്. അതെന്ത് കാരണം കൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത്? അറിഞ്ഞൂടാ. പഞ്ചസൈഡ് ആയിട്ടുള്ള കുറെ സാഫൊക്കെ കുറച്ചൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. പ്രീമിയം ഗോൾഡ് എന്ന് പറയുന്ന കുറച്ച് മരുന്നുകളൊക്കെ പഞ്ചസൈഡുകളുണ്ട്. അത് ഏതെങ്കിലും ഈ നമ്മുടെ പയറ് നട്ടതിന് ശേഷം എത്ര പ്രാവശ്യം ഇതിന് വളം ചെയ്യേണ്ടതായിട്ടുണ്ട്? ഏകദേശം നമ്മൾ 3 പ്രാവശ്യമാണ് ഇത് ചെയ്യുന്നത്. 3 പ്രാവശ്യം കൊടുക്കാം. നട്ട ഒരു 4 പരുവത്തിനൊക്കെ തുടങ്ങി, പിന്നെ ഒരു കാച്ചു തുടങ്ങിയതിനു ശേഷം പിന്നീടും 2 പ്രാവശ്യം ചെയ്യും. ഇത് അടിവളം ചെയ്തല്ലോ നടുന്നത്? അടിവളം തന്നെ. ആദ്യം ഫസ്റ്റ് കുമ്മായം പ്രധാനമായ ഘടകമാണ് ഇവിടെ ഈ പയറിന്. പ്രത്യേകിച്ച് പയറിന്, എല്ലാ കൃഷിക്കും വേണം, പ്രത്യേകിച്ച് പയറിന് വേണം. അത് മണ്ണിന് നന്നാക്കി എടുക്കാൻ ആണ്. പിന്നെ ഇതില് കരിവള്ളികൾ വരും. ഈ മഴ സീസണിൽ നല്ല കരിവള്ളി വരും. അതൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി കുമ്മായം ആവശ്യമാണ്. നിലവിൽ ഈ മാർക്കറ്റിൽ ഈ ഒരു പയറിന് എന്ത് വില ലഭിക്കും നമുക്ക്? ഇപ്പോഴത്തെ വില 70 രൂപ. 70 രൂപ. 1 കിലോ പയറിന് 70 രൂപ. അത് ഹോൾസെയിൽ വിലയ്ക്ക് നമ്മൾ സാധനം കൊടുക്കുന്നത് വേൾഡ് മാർക്കറ്റാണ്, നെടുമങ്ങാടാണ് കൊടുക്കുന്നത്. വേൾഡ് മാർക്കറ്റ് അന്താരാഷ്ട്ര സർക്കാരിന്റെ അവിടെയാണ് കൊടുക്കുന്നത്. അവിടെ ഇപ്പോഴത്തെ വില 70 രൂപ. 80, 85, 100, 150 വയ്ക്കുന്ന സമയങ്ങളുണ്ട്. അത് ഇപ്പം പയറിന്റെ സീസണാണ്. അപ്പം വില പൊതുവെ കുറഞ്ഞിരിക്കും. വെയിലും കുറയും. ഒരു 2 മാസം. മറ്റിനം പയറുകൾ എന്തെങ്കിലും ചേട്ടൻ കൃഷി ചെയ്തിട്ടുണ്ടോ? നമ്മൾ നാംദാരി, പോളയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് അപ്പൊ എല്ലാം ആവശ്യിച്ച് നമുക്ക് വിളവ് കൂടുതൽ കിട്ടുന്നത് ഈ പയറിനാണ്. അതുകൊണ്ടാണ് ഇതിപ്പം തെരഞ്ഞെടുത്തേക്കുന്നത്. ഇപ്പൊ നമ്മള് ഇത് ഒരു 15 വർഷം കൊണ്ട് ചെയ്തു വരാൻ. 15 വർഷത്തോളം ഈ ഒരു ഇനം മാത്രമാണ് ചെയ്യുന്നത്? ഈ ഇനം മാത്രമാണ്, മറ്റും ചെയ്യാറുണ്ട്. എന്നാലും 15 വർഷം കൊണ്ട് നമ്മൾ ഈ ഇനം ചെയ്യുന്നു. എല്ലാ വർഷവും എപ്പോഴും കാണുന്നു. ഇത് ഇവിടെ നേരിട്ട് സാധാരണക്കാർക്ക് വന്ന് പയർ നേരിട്ട് വാങ്ങിക്കാൻ സാധിക്കുമോ? വന്നാൽ കൊടുക്കും. വേണമെന്ന് പറഞ്ഞു കൊടുക്കും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് പുതുതായിട്ട് ഒരാൾ ഈ പയർ കൃഷി ആരംഭിക്കുകയാണെങ്കിൽ ഒരു 25 സെന്റില് പുതുതായിട്ടൊരു പയർ കൃഷി തുടങ്ങുവാണെങ്കിൽ എത്രത്തോളം തൈ നടാൻ പറ്റും അവിടെ? ഒരു 25 സെന്റില് ഇവിടെ എത്ര അകലത്തിലാണ്? ഇത് 26 സെന്റാണ് ഈ 26 സെന്റ് ഫോട്ടോ. ഇത് ഏകദേശം 250 തൈയിലുണ്ട്. 250 തൈകളും ഉണ്ട്. ഒരു ജീവിത ഉപാധിയായിട്ട് ഈ നട്ട് കഴിഞ്ഞാൽ ഉള്ള 2 മാസം കഴിയുമ്പോൾ വിളവ് തുടങ്ങാൻ പറ്റും. ഒരു ശരാശരി ഏകദേശം ഒരു 30 വളവ് കിട്ടും. ശരാശരി വാങ്ങുമ്പോൾ ഒരു 50 കിലോ പ്രതീക്ഷിക്കും. ശരാശരി 1-2 ദിവസങ്ങളിൽ 30 ദിവസം 1-2 ദിവസങ്ങളിലാണ് എടുക്കുന്നത്. ഇപ്പൊ 100 കിലോ കിട്ടുന്ന സമയം കാണും. ഈ 60 വരും, 30 വരും. അങ്ങനെ 1-2, അതായത് ഒരു ദിവസം ഇടവിട്ട് നമുക്ക് ആദായം. ഒപ്പം മറ്റെന്തെങ്കിലും കൃഷിയും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് നിലനിന്ന് പോകാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ 2-3 പ്ലോട്ട് വേണം. കണ്ടിന്യൂസ് ആയിട്ട് 2-3 പ്ലോട്ട് ഉണ്ടെങ്കിൽ ഒരേക്കറിലെ കൃഷി ചെയ്യാൻ സുഖമായിട്ട് നടക്കും. നല്ല രീതിയിൽ നടക്കും. 70 രൂപ. 70 രൂപ മാർക്കറ്റിൽ ഇപ്പൊ 70 രൂപ ഉണ്ട്.
അതൊരു തരക്കേടില്ലാത്ത വിലയാണ്. വിലയാണ്. കർഷകർക്ക് മുതലാക്കി എടുക്കാൻ പറ്റും. ഉം. ഒരു ചെടി വളർത്തിക്കൊണ്ട് വരുമ്പോഴത്തേക്ക് ആവുന്നത് വരെയുള്ള ഒരു ചെലവ് എന്തുമാത്രം നമ്മളെ വളമായിട്ടാണെങ്കിലും പണിക്കൂലിയായിട്ടാണെങ്കിലും എത്രത്തോളം ചെലവ് വരുന്നുണ്ട്? അത് കൂലി കൊടുത്ത് ചെയ്താൽ ഏകദേശം 100 രൂപയ്ക്ക് 100 ഒരു ചെടിക്ക് എന്ന് പറയുന്നത് ഒരു 50 രൂപയ്ക്ക് മുകളിൽ പോകും. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്, അതായത് നമ്മുടെ ഒരു ചെലവ് വരുന്നുണ്ട് ഒരു ചെടിക്കായിട്ട്. ഒരു ചെടിയിൽ നിന്ന് ഇതില് നമ്മള് ഇതിൽ കൂടെ എന്നും ഇതിൽ ജോലി ചെയ്യണം. അപ്പൊ എന്നും ആ രീതിയിൽ കൂലിയായിട്ട് കണക്കാക്കാൻ പറ്റില്ല. നമ്മൾ സ്വന്തമായിട്ട് ചെയ്യണം. കുറെ ജോലി സ്വന്തമായിട്ട് തന്നെ ചെയ്യണം. ഇപ്പൊ വെള്ളം കൂലിക്ക് നിർത്തി കഴിച്ചാൽ നമുക്കിത് കൈ നഷ്ടം വരും. ശരിയാ. നമ്മള് കൂലി എന്ന് പറഞ്ഞാൽ 1000 രൂപയുടെ പ്രതി ശമ്പളം. ഒരു ദിവസം പണിയെടുക്കുകയാണെങ്കിൽ 1000 രൂപ. അവര് 7 മണിക്ക് വരും, 2 മണിക്ക് മതിയാക്കി പോകും. ചെയ്യുകയോ ചെയ്യാതിരിക്കുക അത് വേറെ കാര്യം. എനിക്ക് 2-3 ജോലിക്കാർ എനിക്കുണ്ട്. ഇവിടെ കൃഷി ഇറക്കുന്ന വാഴയൊക്കെ ഉണ്ട്. വാഴയുണ്ട്, മറ്റു പാവല്, പടവല എല്ലാം കൃഷികളുണ്ട്. പയറ് നല്ല പയർ ഇനമെന്ന് പറയുന്നത് ഇതാണ് ചായൻ ലോക്കൽ എന്ന് പറയുന്ന. ഇതൊരു വെള്ളപ്പയറാണ്. 1 മീറ്ററോളം നീളം, അതിന് പുറത്തും വരും, എന്നാലും 1 മീറ്റർ നീളം വരും. ഇവിടെ എല്ലാ ദിവസവും ഇതിന്റെ കച്ചവടം ഉണ്ടായിരിക്കുമോ? അതായത് 1-2 ദിവസങ്ങളിലാണ് ദിവസങ്ങളിലേ ഉള്ളൂ. ആ ദിവസങ്ങളിൽ ഇവിടെ അടുത്ത് തന്നെ കൊടുക്കുന്നത് പറഞ്ഞാൽ അവിടെ എല്ലാ ദിവസം മിക്കാറും കാണും. കാര്യം കഴിഞ്ഞാൽ നമ്മൾ ചീര എടുക്കാറുണ്ട്. അപ്പൊ ചീര കുറച്ച് അവിടെ വിൽക്കുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെ ചെറുതായിട്ട് പരിചയമുള്ളവർക്കും അടുത്തുള്ളവർക്കും ഒക്കെ വന്ന് വാങ്ങിക്കാനുള്ള ഒരു സൗകര്യം ഇവിടെ ഉണ്ട്. ഇതുപോലെയാണ്. പിന്നെ പാവല് അപ്പുറത്തെ സ്ഥലത്ത് വേറൊരു സ്ഥലത്ത് കൃഷിയുണ്ട്. അപ്പൊ അവിടെ നിന്ന് കൊണ്ടുപോയി വിൽക്കാറുണ്ട്. പിന്നെ ഞാൻ ഇന്ന് നെടുമങ്ങാട് മാർക്കറ്റിൽ കൊടുത്തിട്ടാണ് വരുന്നത്. ഇവിടെ ആദായം എടുക്കുന്ന ദിവസം തന്നെ മാർക്കറ്റില് അവിടുത്തെ മാർക്കറ്റ് തുടങ്ങാൻ 11 മണി സമയമാണ്. 11 മണിക്ക് മുമ്പ് അവിടെ എത്തിക്കണം. അവിടെ എല്ലാ സാധനങ്ങളും അവിടെ പോകുന്നുണ്ട്. മാർക്കറ്റ് വില അനുസരിച്ച് നമുക്ക് വില ചിലപ്പോൾ കച്ചവടക്കാർ കൂടുതലുണ്ടെങ്കിൽ സാധനം കുറവാണെങ്കിൽ കൂടുതൽ വിലയും കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ലേലമാണ്. ഈ സ്ഥലവും ചേട്ടനെയും കൂടി ഒന്ന് പരിചയപ്പെടുത്താവോ? എന്റെ പേര് രമേശ് കുമാർ എന്നാണ്. പിന്നെ ഈ സ്ഥലം ചായം തൊളിക്കോട് കൃഷിഭവന്റെ കീഴ് വരുന്നു. ഇവിടെ ഈ ചായത്ത് വന്നു കഴിഞ്ഞാല് നമുക്ക് നേരിട്ട് പച്ചക്കറി തോട്ടത്തിന് അടുത്ത് തന്നെ വേണമെങ്കിൽ കണ്ടു തന്നെയാണെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് പോകാം. വിളവെടുക്കുന്ന ദിവസങ്ങളിലാണെങ്കിൽ തോട്ടം കണ്ടു തന്നെ വാങ്ങിക്കൊണ്ട് പോകാൻ സാധിക്കും. ഇതിന് പയറിന് ഒരുപാട് അസുഖങ്ങളുണ്ട്. മുഞ്ഞ എന്ന് പറയുന്ന അസുഖങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനൊക്കെ നമ്മള് കുറച്ചൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഈ വേപ്പെണ്ണയും വേപ്പില കഷായം ചെയ്ത് മാറ്റാൻ പറ്റും. മുഞ്ഞ എന്ന് പറയുന്ന അസുഖമല്ല, അത് ജീവിയാണ്. ഒരു ജീവിയാണ് മുഞ്ഞ എന്ന് പറയുന്ന ജീവി. ഈ തണ്ട് കഴിക്കുന്ന ജീവി. പയറ് നീരൂറ്റി കുടിക്കുന്ന ജീവി. അതുപോലെ ചാഴിയുണ്ട്. ചാഴിക്കും മത്തി കഷായം വെച്ച് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്മെല്ലുള്ള സാധനം മാറിപ്പോവും. ഇപ്പോഴില്ല. ഇപ്പൊ ഈ അസുഖങ്ങൾ ഇപ്പൊ ഇല്ല. മഴയത്താണ് ഇതെല്ലാം കൂടുതൽ വരുന്നത്.